സാർ, എങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ എങ്ങനെയാണ് വിവരങ്ങൾ? ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട്, പാങ്ങോട് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. പ്രതി സംഭവത്തിന് ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. അല്ല, പ്രതിയുടെ മൊഴി നമ്മളങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പ്രതി ആ സമയത്ത് പോയ്സൺ കഴിച്ചിരുന്നോ എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ തന്നെ പ്രതിയെ ഹോസ്പിറ്റലൈസ് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോന്നും കൃത്യം പറയാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ എല്ലാ കൃത്യങ്ങളും നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ബോധ്യമാകുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം എന്താണെന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലായിട്ടുണ്ട്. ആയുധം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കും. പ്രതി ഡോക്ടറെ കസ്റ്റഡിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മൊഴി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ പ്രതി? അങ്ങനെ അതെല്ലാം വിശദമായിട്ടുള്ള പരിശോധനയിലേ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അത് ഈ പ്രതിയെ ഇനി വീണ്ടും പ്രതിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് നമ്മൾ ഓരോന്നും വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. അല്ല, അവക അന്വേഷണങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും കാരണമായിട്ടുണ്ട്? അല്ല, ഈ ഫാമിലിയിൽ സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് ഇങ്ങനെ സൂചനയുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല. അടിമയാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് സാറേ? അല്ല, അങ്ങനൊന്നും നമുക്ക് ഇതുവരെ നമുക്ക് പറയാൻ സാധിക്കില്ല. ആയുധങ്ങൾ കാണുന്നുണ്ട്, അവിടെ സ്ഥലത്ത് കാണുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എത്ര പേരാ സാറേ മരണപ്പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? നിലവിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര പേര് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്? ഒരാളും കൂടെ ഹോസ്പിറ്റലൈസ്. ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് മാതാവിന്റെ? അത്ര ഒരു ഗുണകരമായിട്ടുള്ളതല്ല, കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. SP കെ സുദർശനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം സീൻ ഓഫ് ക്രൈം സന്ദർശിച്ച ശേഷം അവിടെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ പ്രതികരണത്തിലും എന്താണ് ഇതിന്റെ മോട്ടീവ്, അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലാണ് ഈ കുറ്റകൃത്യം നടന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും പോലീസും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല. കാരണം പ്രതിയിൽ നിന്ന് വിശദമായൊരു മൊഴിയെടുക്കാനായില്ല. അയാൾ കുറ്റസമ്മതം നടത്തി അയാൾ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്നിടങ്ങളിലേക്കും പോലീസ് എത്തുന്നത്. അപ്പോഴാണ് ഈ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത്, അല്ലെങ്കിൽ ഈ വിവരം പുറത്തറിയുന്നത് തന്നെ. രാവിലെ 10-നും വൈകുന്നേരം 6-നും ഇടയിൽ ഈ കൊലപാതകങ്ങൾ 5 പേരുടെയും കൊലപാതകം നടന്നു എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. പ്രതിയുടെ അഫാന്റെ മാതാവിൻ്റെ നില ഗുരുതരം, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അത് എന്ത് ആയുധം എന്ന് SP പറയുന്നില്ല. ഇപ്പോഴും സീൻ ഓഫ് ക്രൈമിലെ പരിശോധനയ്ക്ക് ശേഷവും കാര്യങ്ങളിലൊരു വ്യക്തതക്കുറവുണ്ട്. എപ്പോഴൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് എത്തുന്നില്ല, അല്ലേ? തീർച്ചയായും ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കാൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന്റെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസ് കേസ് തേടിയെത്തി അന്വേഷിച്ച് കണ്ടെത്തിയ കേസ് അല്ല. പ്രതി സ്വമേധയാ പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊല ചെയ്തു എന്ന് പറഞ്ഞ് സ്വയം കുറ്റസമ്മതം നടത്തിയ ശേഷം മാത്രമാണ് പോലീസ് ഈ ക്രൈം സീനുകളിലേക്ക് പോകുന്നത്. പോയി എത്തി ഈ 2 മരണങ്ങൾ സംഭവിച്ചിടത്തും മൂന്നാമത് ഈ വീട്ടിലേക്ക് വരുമ്പോഴും ഇവിടെയെല്ലാം ഒരാളുടെ മരണം മരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുക. ഈ പ്രതിയായ ആൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിസൺ വിഷം ഉള്ളിൽ ചെന്നോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചു. ഉടൻ തന്നെ ഈ പ്രതിയെയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ടായത്. എന്തായാലും നിലവിൽ ഇനി എന്താണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടറുടെ കീഴിലാണ്, ഡോക്ടർ ചികിത്സയിലാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പ്രതിയോട് ചോദിച്ചറിയാനും കഴിയാത്ത സാഹചര്യമുണ്ട്.